സർ, കങ്കണ റാവത്തിൻ്റെ കന്നി സിനിമാ സംരംഭം സംവിധായികയായിട്ടുള്ളത് എമർജൻസി, ഈ സിനിമയ്ക്ക് ഇപ്പോൾ ഭീഷണി ഉയരുന്നു എന്ന് കേൾക്കുന്നു, വാസ്തവമുണ്ടോ? സെപ്റ്റംബർ 6-ാം തീയതി റിലീസ് ചെയ്യേണ്ടതായിരുന്നു. ഞാനും ഉറ്റുനോക്കിയിരുന്നൊരു സിനിമയാണ്. എന്തായാലും മലയാള സിനിമ ഇപ്പോൾ ഈ അവസ്ഥയിലാണല്ലോ. എമർജൻസി കാണാം. ഇന്ദിരാഗാന്ധിയായിട്ട് അഭിനയിക്കുന്നത് കങ്കണയാണ്. അപ്പോൾ അതൊക്കെ എങ്ങനെയുണ്ട്? കാരണം കങ്കണയ്ക്ക് എന്തായാലും ഇന്ദിരാഗാന്ധിയോടും രാഹുൽ ഗാന്ധിയോടൊക്കെ പുച്ഛമായിരിക്കുമല്ലോ. അതൊക്കെ സ്ഫുരിക്കുന്ന ഈ അഭിനയ മുഹൂർത്തങ്ങളൊക്കെ ധാരാളം കാണും എന്ന് വിചാരിച്ചിട്ടാണ്. കങ്കണ തന്നെയാണ്. കങ്കണ വേറെ ആളുകളുടെ സംഭാഷണമൊക്കെ വേറെ ആളുകളാണ്. പക്ഷെ കങ്കണ തന്നെയാണ് കഥയും കാര്യങ്ങളും ഒക്കെ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ അതിന് ഭീഷണിയുള്ളത് അകാലിദള്, ശിരോമണി ഗുരുദ്വാര പ്രബന്ധക കമ്മിറ്റി. എനിക്ക് ദുഃഖം തോന്നിയൊരു കാര്യം, പഞ്ചാബിലെ ബി ജെ പിയും ഇത് ഇറക്കണ്ട എന്നുള്ള അഭിപ്രായം കേന്ദ്രത്തിനെ അറിയിച്ചിട്ടുണ്ട്. ആ കാര്യം ഞാൻ പറയാം. അപ്പോൾ ഇത് മതസ്പർദ്ധ വളർത്തും എന്നൊക്കെയാണ് അകാലിദളും ഒക്കെ പറയുന്നത്. ഇത് നേരത്തെ ക്ലിയർ ചെയ്തതാണെന്നാണ് കങ്കണ പറയുന്നത്. ഇത് നിങ്ങൾ പ്രദർശിപ്പിച്ചോ എന്നൊക്കെ മറ്റുള്ള അനുവാദമൊക്കെ. പക്ഷെ അവസാനം ഈ സർട്ടിഫിക്കറ്റ് അവർ കണ്ടു, ക്ലിയർ ചെയ്തു, കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞു. വെട്ടേണ്ട കാര്യമൊന്നും പറഞ്ഞില്ല. ഈ സിനിമ റിലീസ് ചെയ്യുന്നതിന് കുറച്ച് ദിവസം മുമ്പാണല്ലോ ഈ സർട്ടിഫിക്കറ്റ് ഒപ്പിട്ട് കൊടുക്കുന്നത്. ആ സർട്ടിഫിക്കറ്റ് ഇപ്പം തരാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാണ് അവർ കഴിഞ്ഞ ദിവസം ഒരു കുറിപ്പിൽ എഴുതിയിരുന്നത്. അപ്പോൾ ഇത് എന്താ പറ്റിയെന്ന് വെച്ചാൽ ഇതിൻ്റെ പ്രൊമോ എന്നല്ലേ പറയുന്നത്, ടീസർ. ആ ടീസർ വന്നു കഴിഞ്ഞപ്പോൾ അതിൻ്റെ അകത്ത് ഭിന്ദ്രൻവാല ഉണ്ടായിരുന്നു ഈ ടീസറിൽ. അപ്പോൾ പഞ്ചാബ് കലാപത്തിൻ്റെ ചില ഭാഗങ്ങളൊക്കെ കാണിച്ചിരുന്നു ടീസറിൽ. പിന്നെ ഇന്ദിരാഗാന്ധിയുടെ വധം. അപ്പോൾ അത് ഒക്കെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഈ മറ്റേ ഈ അകാലിദള ഗുരുദ്വാര SGPC ശിരോമണി ഗുരുദ്വാര പ്രബന്ധക കമ്മിറ്റിക്കൊക്കെ ഒരു തിരിച്ചറിവുണ്ടായത്. ഇതൊക്കെ വരുമല്ലോ. ഭിന്ദ്രൻവാല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അമൃത്സറിലൊക്കെ തൂക്കിയിരിക്കുന്ന പടമാണ്. അവർ ആ മറ്റേ പടക്കൊക്കെ കൊളുത്തി ആരാധിക്കുന്ന ഒരു മഹാപുരുഷനാണ് അവർക്ക് ഭിന്ദ്രൻവാല. പിന്നെ ഈ ഭിന്ദ്രൻവാലയെ ഈ വണ്ണം സൃഷ്ടിച്ചത് ആരാണ്? ഇന്ദിരാഗാന്ധി തന്നെയാണ്. എന്നിട്ട് സിഖുകാരായ അംഗരക്ഷകരാൽ കൊല്ലപ്പെടുകയാണ് അവർ. വല്ലാത്തൊരു ജീവിതം. അപ്പോൾ അവർ ചോദിച്ചു, പിന്നെന്താണ് ഇതിൽ കാണിക്കാനുള്ളത്? എമർജൻസി എന്ന് പറയുന്നത് ആ പീരീഡ് തുടർന്നുള്ള കാര്യങ്ങൾ. എന്നിട്ട് ഇപ്പോൾ സർട്ടിഫിക്കറ്റ് കിട്ടില്ല എന്ന് ഇവർ പറയുന്നു. ഈ രാജ്യത്ത് ഈ അവസ്ഥയോ എന്നവർ ചോദിച്ചിട്ടുണ്ട്. സത്യമാണത്. മണ്ഡിയിൽ നിന്നുള്ള ഹിമാചൽ പ്രദേശിൽ സ്വന്തം നാട്ടിൽ നിന്നൊക്കെ തന്നെയുള്ള MP ആണ് അവർ. അവിടെ അവർ ക്ഷേത്രമൊക്കെ പണിത് അവിടെ പൂജയൊക്കെ നടത്തുന്നുണ്ട്. അങ്ങനെ ഒരാൾ BJP തന്നെയുള്ള ഒരാൾ, അവർ ഒരു സിനിമ ഇറക്കി കഴിഞ്ഞപ്പോൾ ഇത് ഇറക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് എന്താണ് അവസ്ഥ? പണ്ട് നഹാത്ത എന്ന് പറഞ്ഞൊരാൾ എമർജൻസിക്ക് ശേഷം കിസ്സ കുർസിക്ക എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സിനിമ ഇറക്കിയപ്പോഴും കുറച്ച് ബുദ്ധിമുട്ട് വന്നിരുന്നു. ഇതിന് മുമ്പ് എൻ്റെ ഓർമ്മയിലുള്ളത് ഇന്ദിരാഗാന്ധി ഈ ഒരു കഥാപാത്രമൊക്കെ ആയിട്ട് ആന്ധി എന്ന് പറഞ്ഞിട്ടൊരു സിനിമ വന്നതായിട്ട് ഓർമ്മ വരുന്നുണ്ട്. എന്തോ ചുഴലിക്കാറ്റ് എന്നോ മറ്റോ ആണ് അതിൻ്റെ അർത്ഥം തോന്നുന്നു. അത് കഴിഞ്ഞാൽ പിന്നെ ഇന്ദിരാഗാന്ധിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന അടുത്ത സിനിമയാണിത്. അപ്പോൾ അകാലിദൾ പറഞ്ഞിരിക്കുന്നത് സിഖ് സമുദായത്തിനെതിരാണ് ഈ സിനിമ. ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് വിദ്വേഷം നിറഞ്ഞ ഉള്ളടക്കമല്ല എന്നവർ പറഞ്ഞിട്ടുണ്ട്. SGPC പറഞ്ഞിരിക്കുന്നത് ശിരോമണി ഗുരുദ്വാര പ്രബന്ധക കമ്മിറ്റി ഇത് നിരോധിക്കണം ഈ സിനിമ. കാരണം ഈ സിഖ് മറ്റേ സ്വാതന്ത്ര്യവാദികളെ ഇതിൽ വിഘടനവാദികളായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ ഈ ശിരോമണി ഗുരുദ്വാര പ്രബന്ധക കമ്മിറ്റി ഇപ്പോൾ അവിടെ ഒരു മ്യൂസിയം ഉണ്ടാക്കിയിട്ടുണ്ട് സുവർണക്ഷേത്ര വളപ്പിൽ. ആ മ്യൂസിയത്തിൽ സിഖ് കൂട്ടക്കൊലയൊക്കെ ഇല്ലേ, ആ സിഖ് കൂട്ടക്കൊലയിൽ രക്തസാക്ഷികളായവരുടെ ചിത്രമൊക്കെ വെച്ചിട്ടുണ്ട്. 1984 ഇന്ദിരാഗാന്ധി വധത്തിൻ്റെ പിന്നാലെ നടന്ന സിഖ് കൂട്ടക്കൊല, ഇതൊക്കെ 10-25 കൊല്ലമൊക്കെ ആയില്ലേ. അപ്പോൾ യുവാക്കൾ 20 വയസ്സുള്ള യുവാക്കൾക്ക് ഈ ചരിത്രം അറിയുന്നുണ്ടാവില്ല, അവർ പഠിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ടാണ് അത് വെച്ചിരിക്കുന്നത്. പുതിയതായിട്ടുണ്ടാക്കിയ മ്യൂസിയമാണ് അടുത്തിടെ.
തെരഞ്ഞെടുപ്പിന് മുമ്പ്. അപ്പോൾ കങ്കണയുടെ ഈ സിനിമയിൽ അനുപം ഖർ, ശ്രേയസ് തൽപ്പടെ, വിശാഖ് നായർ, മഹിമ ചൗധരി, മിലിന്ദ് സോമൻ, അടുത്തിടെ മരിച്ചുപോയ സതീഷ് കൗശിക് ഇവരൊക്കെ അഭിനയിക്കുന്നുണ്ട്. 1975 മുതലുള്ള കഥയൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇവരോട് ആളുകൾ ചോദിച്ചു, രാഹുൽ ഗാന്ധി ഈ സിനിമയെ പറ്റി എന്തെങ്കിലും പറഞ്ഞോ എന്ന് ചോദിച്ചു. അപ്പോൾ ഒരു പത്രസമ്മേളനം നടക്കുമ്പോൾ അപ്പോൾ കങ്കണ പറഞ്ഞു, ഓൻ വീട്ടിൽ ടോമും ജെറിയും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുത്തനല്ലേ, അവന് എൻ്റെ സിനിമ മനസ്സിലാവുമോ എന്നാണ് ചോദിച്ചത് അവര്. അപ്പോൾ വിവാദം, രഹസ്യം, നമ്മുടെ തലമുറക്ക് അറിയില്ല എന്നൊക്കെ പറയുന്ന സിഖുകാർക്ക് വേണ്ടിയിട്ടുള്ള പടം കൂടിയാണ് എന്ന് പറഞ്ഞിരുന്നു. രാഹുൽ ഗാന്ധി എന്നിട്ട് ഈ കങ്കണം പറഞ്ഞു, ഇന്നിപ്പോൾ ഇന്ത്യയിലുള്ള ഏറ്റവും അപകടകാരിയായ വ്യക്തി രാഹുൽ ഗാന്ധിയാണ്. അയാൾ പ്രധാനമന്ത്രി ആയില്ലെങ്കിൽ രാജ്യം നശിപ്പിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ പ്രധാനമന്ത്രിയാകാൻ പറ്റിയിട്ടില്ലല്ലോ. അതാണ് ഇങ്ങനെ ഈ അമേരിക്കൻ അട്ടിമറിയുടെ പിന്നാലെയൊക്കെ ശരി എന്നൊക്കെ പറഞ്ഞൊക്കെ നടക്കുന്നത്. കങ്കണ കഴിഞ്ഞ ദിവസം പോയി നഡ്ഡയെ കണ്ടിരുന്നു ഡൽഹിയിൽ. ഈ പ്രശ്നമൊക്കെ പറഞ്ഞ് ഈ അപ്പോൾ നഡ്ഡ 30 മിനിറ്റോളം അവർ സംസാരിച്ചു. അപ്പോൾ ഈ സിനിമയുടെ കാര്യമൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ നഡ്ഡ ഇവർ ഉപദേശിക്കുകയതേ, നിങ്ങൾ കെയർഫുൾ ആയിരിക്കണം. ആ ടീച്ചറിൻ്റെ കാര്യമൊക്കെ പറഞ്ഞിട്ടേ നിങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടിയൊക്കെ വേണം കാര്യങ്ങൾ ചെയ്യാൻ. ഭീഷണിയൊക്കെ ഉണ്ടല്ലോ ഇപ്പോൾ ഖലിസ്ഥാൻകാരുടെ ഒക്കെ. അപ്പോൾ വളരെ കെയർഫുൾ ആകണം ഈ സമയത്ത് എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഈ ബിന്ദ്രൻവാലയൊക്കെ കാണിക്കുമ്പോൾ ബിന്ദ്രൻവാലയുടെ ഒരു നിലപാട് അങ്ങനെ അക്കാലത്ത് എന്തായിരുന്നു എന്ന് വെച്ചാൽ, കോൺഗ്രസ് ബിന്ദ്രൻവാലയോടൊക്കെ സംസാരിച്ചിരുന്നതാണ്. അപ്പോൾ ബിന്ദ്രൻവാല കോൺഗ്രസിനോട് പറഞ്ഞിരുന്നു, ഞങ്ങൾക്ക് പ്രത്യേക രാഷ്ട്രം തരികയാണെങ്കിൽ ഞങ്ങൾ കോൺഗ്രസിന് വോട്ട് തരാം. അപ്പോൾ ബിന്ദ്രൻവാല ഈ പറയുന്നത് സിനിമയിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഞങ്ങൾക്ക് സ്വതന്ത്ര രാഷ്ട്രം തരിക, നിങ്ങൾ ഖലിസ്ഥാൻ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങൾ വോട്ട് ചെയ്യാം, ഞങ്ങളുടെ വോട്ട് ചെയ്യാം എന്നങ്ങനെ പറഞ്ഞിരുന്നു. അതെങ്ങനെയാണ് നടപ്പുള്ള കാര്യമാണോ? ഇത് വേറെ രാജ്യമായിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ വോട്ട് ചെയ്യേണ്ട കാര്യം എന്താ, ഇല്ലേ? അസംബന്ധമാണത്. അങ്ങനെയൊക്കെ അയാൾ പറഞ്ഞിരുന്നതായിട്ടാണ് പറയുന്നത്. അപ്പോൾ കേന്ദ്ര വാർത്താവിതരണ മന്ത്രി വൈഷ്ണവാണത്. മറ്റേ വൈഷ്ണവിന് SGPC കത്തയച്ചിട്ടുണ്ട്. പിന്നെ പഞ്ചാബ് ഹരിയാന ഹൈക്കോടതിയിലൊരു പൊതു താല്പര്യ ഹർജി ഒരാൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കോടതി കേസും കിടക്കുന്നുണ്ട്. BJPയുടെ പഞ്ചാബിലെ ജനറൽ സെക്രട്ടറി ജഗ്മോഹൻ സിംഗ് അങ്ങേര് അശ്വിനി വൈഷ്ണവിനൊരു കത്തയച്ചിട്ടുണ്ട്. അതിൽ അങ്ങേര് പറഞ്ഞിരിക്കുകയാണ്, ഈ സിനിമ പ്രദർശിപ്പിക്കുന്ന കാര്യം പുനഃപരിശോധിക്കണം. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. പഞ്ചാബിലെ BJPയുടെ അഭിപ്രായവും ഈ സിനിമയുടെ ആവശ്യമില്ല എന്നുള്ള മട്ടിലാണ്. അത് പച്ചയ്ക്ക് പറഞ്ഞില്ല എന്ന് മാത്രമാണ്. പക്ഷെ രാജ്യത്തിന് ബാധിക്കുന്നതാണ്. രാജ്യത്തെ എങ്ങനെ ബാധിക്കുന്നുള്ളതിനെപ്പറ്റി കരുതൽ വേണം ഈ സിനിമ ഇറക്കുമ്പോൾ എന്നൊക്കെ BJP പഞ്ചാബ് ജനറൽ സെക്രട്ടറി ജഗ്മോഹൻ സിംഗ് വൈഷ്ണവിന് എഴുതിയിട്ടുണ്ട്. നിർഭാഗ്യകരാണത്. കാരണം ഇങ്ങനത്തെ സിനിമകളൊക്കെ വരുന്നതിനെ പ്രോത്സാഹിപ്പിക്കുകയാണ് വേണ്ടത് BJP. ഇതിൻ്റെ തിരക്കഥ റിതേഷ് ഷാ ആണ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഈ അടുത്ത് തന്നെ ഈ സിനിമ റിലീസ് പ്രഖ്യാപിച്ച ശേഷമാണ് കോൺഗ്രസിൻ്റെ ജഗദീഷ് ടൈറ്റ്ലർക്കെതിരെ ഈ സിഖ് കൂട്ടക്കൊലയിൽ ചില ആളുകളെയൊക്കെ കൊന്നതിൻ്റെ പേരിൽ കുറ്റപത്രമൊക്കെ കൊടുത്തിരിക്കുന്നത്. ഈ അടുത്ത സമയത്തല്ലേ, കഴിഞ്ഞ ആഴ്ച കോടതി പറഞ്ഞല്ലോ അയാള് പ്രതിയാണ്, അയാളെ ആക്കണമെന്ന്. ഇയാൾ ബാദൽ സിംഗ്, സർദാർ താക്കൂർ സിംഗ്, ഗുർബച്ചൻ സിംഗ് എന്നിവരെ കൊല്ലുന്നതിന് ജഗദീഷ് ടൈറ്റ്ലർ നേതൃത്വം നൽകി. മാത്രമല്ല പോൾ സംഘാഷ് ഗുരുദ്വാര ഡൽഹിയിലെ അത് ആക്രമിക്കാനും നേതൃത്വം നൽകി എന്നുള്ളതാണ് ടൈറ്റ്ലർക്കെതിരെയുള്ള കേസ്. അപ്പോൾ കോൺഗ്രസ്സുകാർക്കെതിരായ കേസും നിലച്ചിട്ടൊന്നുമില്ല ഇത്തരം കാര്യങ്ങളിൽ. കോൺഗ്രസുമായിട്ട് എന്തായാലും അകാലിദളൊന്നും കൂട്ടുകൂടുന്ന പ്രശ്നവുമില്ല. 2005 CBI കേസ്
എടുത്തിരുന്നു ഈ സിഖ് കൂട്ടക്കൊല സംബന്ധിച്ച് നാനാവധി കമ്മീഷൻ അങ്ങനെ ശുപാർശ ചെയ്തിരുന്നു. കൂട്ടക്കൊലയെ പറ്റി അന്വേഷിച്ച 2005 2000 ഈ നാനാവധി കമ്മീഷൻ രൂപീകരിച്ചത്. 5 കൊല്ലം എടുത്തു റിപ്പോർട്ട് കൊടുക്കാൻ. അതിൻ്റെ അടിസ്ഥാനത്തിൽ വന്ന കേസാണ്. അതും കോൺഗ്രസിൻ്റെ മുതുകത്തിപ്പോൾ വന്നിട്ടുണ്ട്. അതിനു പുറമെയാണ് ഈ എമർജൻസി എന്ന് പറഞ്ഞ കങ്കണയുടെ സിനിമയും കൂടി വരുന്നത്. അപ്പോൾ കങ്കണ ഇന്നലെയൊക്കെ പറഞ്ഞതായിട്ട് ഞാൻ വായിച്ചത് 10 ദിവസത്തിനകം ശരിയാകും എന്ന് തോന്നുന്നു. റിലീസിന്റെ മാറ്റിവെക്കുന്നേ ഉള്ളൂ എന്ന് പറഞ്ഞു. എമർജൻസിയുടെ പല കാര്യങ്ങളും ഈ തുറന്ന ഈ സിനിമയിലൂടെ കാണിക്കുമ്പോൾ അത് പലർക്കും അരോചകമായി മാറില്ലേ? പലർക്കും കൊള്ളും. അതെ, അതാണല്ലോ പ്രശ്നം. ആ കാലത്ത് സംഭവ വികാസങ്ങൾ ധാരാളം ഉണ്ടല്ലോ. കാരണം സഞ്ജയ് ഗാന്ധിയൊക്കെ സിനിമയിൽ തീർച്ചയായിട്ടും കാണില്ല. സ്വാഭാവികമല്ലേ. ആള് തുർക്കുമാൻ ഗേറ്റ്, പിന്നെ നിർബന്ധിത വന്ധ്യീകരണം, അതൊക്കെ ആളുകൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നൊരു കാര്യമില്ല ഇപ്പോൾ. അപ്പോൾ പുതിയ തലമുറ അതൊക്കെ മനസ്സിലാക്കുന്നു എന്നുള്ളൊരു സംഭവം വരുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന് എതിർപ്പായിട്ട്. പിന്നെ അങ്ങേര് മരിച്ച വിമാനാപകടത്തിനെ പറ്റി സംശയങ്ങളൊക്കെ ഉണ്ട്. ആ കാലത്ത് 2-3 ഈ വധശ്രമങ്ങൾ അദ്ദേഹത്തിനെതിരെ നടന്നിരുന്നു. സഞ്ജയ് ഗാന്ധിക്കെതിരെ നടന്നത് നമ്മൾ മനസ്സിലാക്കുന്നത് അമേരിക്കൻ എംബസി ഡൽഹിയിൽ നിന്ന് വാഷിങ്ടണിലേക്കൊക്കെ അയച്ച കേബിളുകളിൽ നിന്നൊക്കെയാണ് നമ്മളത് അറിയുന്നത്. വിക്കിലീക്സ് ഉണ്ടല്ലോ, വിക്കിലീക്സിലാണ് ആ വിവരം വന്നത്. എമർജൻസി കാലത്ത് ലക്നൌവിൽ വെച്ചിട്ട് ഡൽഹിയിൽ വെച്ചിട്ടൊക്കെ സഞ്ജയ് ഗാന്ധിയെ വധിക്കാനുള്ള ശ്രമങ്ങൾ നടന്നിരുന്നു എന്നുള്ളത് ഈ അമേരിക്കൻ കേബിളുകൾ വിക്കിലീക്സിൽ കൂടി പുറത്തു വന്നപ്പോഴാണ് നമ്മൾ പറയുന്നത്, അപ്പോൾ അറിയുന്നത്. അപ്പോൾ ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ ആയിട്ട് വരുന്നതാണ്. മാത്രമല്ല ഈ അടിയന്തരാവസ്ഥയെ പറ്റിയൊക്കെ എന്നെ പോലുള്ള ആളുകൾക്ക് നല്ല ഓർമ്മയുണ്ടെങ്കിൽ ഇപ്പോഴത്തെ തലമുറയിലെ ആളുകൾക്കൊക്കെ ഓർമ്മ വളരെ കുറവായിരിക്കും. അതെ, കാരണം അതിനെ പറ്റിയിട്ടുള്ള പാഠപുസ്തകങ്ങളിൽ എന്തെങ്കിലും പഠിപ്പിക്കുകയോ അങ്ങനെയൊന്നുമില്ല. ഇപ്പോൾ 50 വർഷമൊക്കെ ആയല്ലോ അത് വന്നിട്ട്. അത് കഴിഞ്ഞ് വന്ന സർക്കാരാണെങ്കിൽ വലിയ ഗുണവും ഉണ്ടായിരുന്നില്ല. മൊറാർജി ദേശായി എല്ലാവരും നേതാക്കളായതുകൊണ്ട് പരസ്പരം തല്ലുപിടിക്കുകയും ഒക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ആ ഗവൺമെൻറ് നിലനിർത്താനും കഴിഞ്ഞില്ല. 2 കൊല്ലം മാത്രമേ ആ സർക്കാർ നിന്നുള്ളൂ. അപ്പോൾ എമർജൻസി പ്രഖ്യാപിക്കുന്നത് അവരുടെ തെരഞ്ഞെടുപ്പ് അലഹാബാദ് ഹൈക്കോടതി അസാധുവാക്കുമ്പോഴാണ്. അപ്പോൾ ആ കാലത്ത് നടന്നത് അതൊരു മറ്റേ O.V. വിജയൻ ആ കാലത്ത് എഴുതിയ ചില കഥകൾ ഒരു നീണ്ട രാത്രിയുടെ ഓർമ്മയ്ക്കായി എന്നാണ് അതിൻ്റെ ശീർഷകം തന്നെ. ഒരു നീണ്ട രാത്രിയുടെ ഓർമ്മയാണ് സത്യത്തിൽ ഈ സിനിമയിൽ കൂടിയൊക്കെ വരിക. അപ്പോൾ ആ സിനിമ വരേണ്ടത് അത്യാവശ്യമാണ്. എത്രയും പെട്ടെന്ന് ആ സിനിമ ഇറങ്ങട്ടെ എന്ന് തന്നെ. അതിൻ്റെ കൂടെയാണ് BJP നിൽക്കേണ്ടത്. അല്ലാതെ ദേശീയ തലത്തിൽ BJP നിൽക്കേണ്ടത് ഈ പഞ്ചാബിലെ BJP-ക്കാർ പറയുന്നിടത്തല്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.